മഹത്തായ ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തിന് മുമ്പിൽ ഒരുപാട് സംസ്കാരങ്ങളും ഒരുപാട് പൈതൃകങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും പാർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ രാജ്യത്തിന്റെ മോശമായി മാറ്റി ജനാധിപത്യ ധ്വംസനത്തിനും രാജ്യത്തിന്റെ പൈതൃകത്തിനും നേരെയുള്ള ഒരു വെല്ലുവിളി ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതിന്റെ ഒരു ആവർത്തനമാണ് ഇപ്പം ഉത്തരവാദിത്തരഹിതമായിട്ട് ഈ രാജ്യത്തിനോട് പോലും തെല്ലും കൂറില്ലാതെ രാജ്യത്തിന്റെ ചരിത്രത്തെ പോലും വളച്ചൊടിച്ചുകൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഒരു സംഘടനയുടെയും നിറം അത് രാജ്യത്തിന്റെ നിറമാണെന്നും താനിത് തുടർന്നും ഈ പറയുന്ന നിറത്തിനെ ഈ കാവ്യയെ പുൽകി അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും പൂജകളും തുടങ്ങുന്ന ഒരു ഗവർണർ പറയാന്ന് പറഞ്ഞാൽ എത്ര ബാലിശമാണ്. നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയോട് 1% കൂറ് കാണിക്കണ്ടേ ഇവര്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ നിറമോ രാജ്യത്തിന്റെ ബിംബമോ നമ്മുടെ ഭരണഘടനയിലുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ത്രിവർണ്ണ പതാകയാണ്. ആ ത്രിവർണ്ണ പതാകയായ അശോകചക്രം പോലെയുള്ള ധീര സിംബൽസുമാണ്. ഇതിനെയെല്ലാം വക്രീകരിച്ചുകൊണ്ട് 1878 നമ്മുടെ പശ്ചിമ ബംഗാളിലെ ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹം ഭാവനയിൽ വരച്ചുണ്ടാക്കിയിരിക്കുന്ന ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനെ അതിൽ പൂശി കാവിക്കൊടിയും നാട്ടി ഇതാണ് രാജ്യത്തിന്റെ സിംബൽ, ഇതാണ് ഭാരതാംബ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജിച്ച് മറ്റുള്ളവരിൽ പുതിയ തലമുറയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് രാജ്യത്തിന്റെ പൈതൃകത്തിലെ ഈ രാജ്യം നേടിയെടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തെ അതിന് മുന്നിൽ പോകുന്ന അണിനിരന്നിരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെയും ഈ രാജ്യത്തിനെ തന്നെ വക്രീകരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശമാണ്. ഇവർക്ക് വേറെ എന്തെല്ലാം സബ്ജക്റ്റുകൾ ഈ രാജ്യത്തുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടു നമ്മുടെ കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ, എന്റെ ഒരു നല്ല സുഹൃത്താണ് അദ്ദേഹം, എന്റെ നാട്ടുകാരനോട് അദ്ദേഹം എന്തൊക്കെയാ പറയണേ. അദ്ദേഹം ഈ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറ്റൊരു കേന്ദ്രമന്ത്രി ജവാന്മാരെയൊക്കെ പിടിച്ച് ഇത്തരം കാര്യങ്ങൾ ഉദാഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? ഇന്ത്യയുടെ ജവാന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും നിറത്തിനോട് താല്പര്യമുണ്ടോ? അവര് ഭാരതമാതാ കീ ചെയ്ത് വിളിക്കും, അത് ഓരോ ഇന്ത്യക്കാരനും വിളിക്കും. ഭാരതമാതാവ് എന്ന് പറയുന്ന ഒരു സിമ്പലാണ്, ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഓർമ്മയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു പ്രതീകമാണ് ഭാരതാംബ എന്ന നമ്മുടെ ഭാരതമാതാ കീ ചെയ്യുന്നുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഈ ഭാരതമാതാ കീ ചെയ്യുന്നുള്ള മുദ്രാവാക്യം വിളിച്ചത് പോലും ഈ പറയുന്ന ഈ കാവ്യ നിറക്കാരല്ല. അത് 1872 നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, പേര് പറഞ്ഞു. അദ്ദേഹം ആദ്യമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഭാരതമാതാ കീ എന്ന് പറയുന്നത്. അതുവരെ 1947 വരെ ഇന്ത്യ 662ഓളം നാട്ടുരാജ്യങ്ങളുടെ ഒരു രാജ്യമായിരുന്നു. ഒരു യൂണിറ്റി ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഒരു യൂണിറ്റി ആയിട്ട് ഇന്ത്യ എന്നുള്ള രാജ്യം ഉടലെടുക്കുന്നത് 1947 ശേഷമാണ്. അതോടുകൂടിയാണ് പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെ വിഭജിച്ചത്. ബംഗ്ലാദേശ് അന്ന് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചരിത്ര പശ്ചാത്തലങ്ങളെ പോലും വ്യതിചലിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ 4 സംസ്കാരങ്ങളിൽ ഒന്ന് നൽകിയ ഈ രാജ്യത്തെ ഇത്രയ്ക്ക് മോശമായിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താണ് ഈ രാജ്യം, അവരുടെ സംസ്കാരമാണ്, അവരുടെ കാവ്യമാണ്, ഇതിന്റെ പൈതൃകം എന്നൊക്കെ പറഞ്ഞ് ഒരു ഗവർണറെ പോലെ സത്യപ്രതിജ്ഞ ചെയ്തൊരു വ്യക്തി ഈ രീതിയിലുള്ള പടപ്പുറപ്പാടുമായിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തവമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെമോക്രസിക്ക് തന്നെ അപമാനമാണ്. അദ്ദേഹം അതിൽ നിന്ന് പിൻവലിയണം. രണ്ടാമത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അധികാരമില്ല. ഗവർണർ എന്ന് പറയുന്നത് പദവിയിൽ ഇരുന്നുകൊണ്ട് രാജ്ഭവനെ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യാണ്ട് യാതൊരു അധികാരവും. അതാത് സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭ പറയുന്ന ഉപദേശപ്രകാരം മാത്രം പ്രവർത്തിക്കേണ്ട രാഷ്ട്രപതിയുടെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഗവർണർ എന്ന് പറയുന്ന ആള്. അത് രാജ്ഭവനെ അങ്ങനെ ദുരുപയോഗം ചെയ്യേണ്ട അദ്ദേഹത്തിന് യാതൊരു അവകാശമില്ല. സുപ്രീം കോടതി തന്നെ പലതവണ വേർഡിക്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ അവരെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗവർണർ ഒരു സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ പുരോഗതിക്കും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ഗവൺമെന്റിന് പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നിൽ നിൽക്കേണ്ട ഗവർണർ ഇതുപോലത്തെ ചരിത്ര വക്രീകരണവുമായിട്ട് ഒരു പർട്ടിക്കുലർ മതത്തിന്റെ ആണ് ഇന്ത്യ എന്നുള്ള വ്യാഖ്യാനത്തിലൂടെ ഇതുപോലത്തെ വിചിത്ര വാദങ്ങളുമായിട്ട് വരാന്ന് പറഞ്ഞാൽ എത്ര ദുർബലമായ മനസ്സിനുടമേ അദ്ദേഹത്തിനോട് ഈ രീതിയിലൊന്നും പെരുമാറി ഈ കേരളം പോലൊരു പുരോഗതി രാജ്യസ്നേഹത്തിന് നിർവചനം എന്നാന്ന് പോലും കൃത്യമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ഇത്തരം വൺ സൈഡ് എന്താ പറയാ ഈ രീതിയിലുള്ള പ്രവർത്തികൾ അദ്ദേഹം ചെയ്യാന്ന് പറഞ്ഞാല് അത് നിയമത്തിന്റെ മുമ്പിൽ തെറ്റാണ്. അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടും അദ്ദേഹത്തിന്റെ തൊഴിലിനോടും ചെയ്യുന്നൊരു അനീതിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വെല്ലുവിളിയൊക്കെ അതൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ട് ആലോചിച്ച് ചെയ്യാന്നുള്ളതല്ലോ. ഇനി അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഭാരതാംബ എന്ന് പറയുന്ന കാവിക്കൊടി ധരിച്ച അല്ലെങ്കിൽ കാവ്യ സാരി കൊടുത്ത സ്ത്രീയെ ആരാധിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചടങ്ങിൽ ചെയ്യട്ടെ, അതിന് ആർക്കും എതിർപ്പില്ല. പക്ഷേ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കഷ്ടമെന്നല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും ഇതിനെ കുറിച്ച്?
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.